ഹലോ വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ ദേ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഐസ്ക്രീം ബോളൊക്കെ നമ്മൾ കളയാതെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലുള്ള ബോൾ വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആരും കഴിക്കുന്നുണ്ടാവില്ല. എന്തായാലും ചൂടുകാലത്തൊക്കെ കഴിച്ച ബോളുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അതുപോലെ ഇനി നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഓർത്തിട്ട് എടുത്തു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ എന്താണെന്ന് കാണാം. അപ്പോൾ ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാട്ടോ ഈ ഒരു ബോളുകൾ. അപ്പോൾ നല്ല ചൂടുള്ള ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ബോളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ള കളറുള്ളത് നോക്കിയിട്ട് ഒരുപോലത്തെ നോക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ ഒരു തുമ്പുണ്ടല്ലോ, ആ ഒരു അടയ്ക്കുന്ന ഭാഗം കുറച്ചിങ്ങനെ കട്ടിയുള്ളതാണ്. കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാട് ആ ഭാഗമാണ്. അവിടെ നമ്മൾ ആദ്യം ഒരു കത്തി വെച്ച് ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം മാറ്റി കളയാട്ടോ. എല്ലാ ബോളിൻ്റെയും ഇതേപോലെ ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതൊക്കെ പൊടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്തെടുക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു ബോൾ എടുക്കുക, എന്നിട്ട് ഒരു സിസർ എടുത്തിട്ട് ഇതേപോലെ താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൈസായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ആദ്യം ഞാൻ പറഞ്ഞില്ല, തുമ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അവിടെയാണ് കൂടുതൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് വരുന്നത്. ഈ ഭാഗമൊക്കെ നൈസാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പരിപാടി. അപ്പോൾ ഇതിന് കുറച്ചൊരു ടൈം എടുക്കും. ബാക്കി ഇനി എല്ലാം തന്നെ എളുപ്പത്തിൽ തീരുന്ന പരിപാടികളാണ്. ഇനി നമുക്ക് വേണ്ടത് തെർമോക്കോളിന്റെ പീസാണ്. അപ്പോൾ ടിവിയോ ഫ്രിഡ്ജോ എന്ത് വാങ്ങിക്കുമ്പോഴും ആ പാക്കറ്റിന്റെ ഉള്ളിൽ കാണില്ലേ, അപ്പം അതുപോലെ എടുത്തു വെച്ചിട്ടുള്ളതാട്ടോ ഞാൻ കുറച്ച് തെർമോക്കോളിന്റെ പീസുകൾ. അപ്പോൾ ഞാൻ അത് രണ്ടും ഇതുപോലെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഒന്ന് പരസ്പരം ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കുക. ഒന്ന് റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുഞ്ഞു കുഞ്ഞു തരികളായിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് തരികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കുറച്ചൊന്ന് ആക്കിയെടുക്കുക. ഇതും പെട്ടെന്ന് തന്നെ വീഴും കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബോളുകൾ ഇതുപോലെ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കറക്റ്റ് ആയിട്ട് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. തെർമോക്കോളിൻ്റെ ബോളുകൾ ഇതാ ഇത്രയ്ക്കാണ് ഉള്ളത് കേട്ടോ. അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കമ്പിയുടെ പീസാണ്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് കമ്പി ഏകദേശം ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് അലുമിനിയത്തിൻ്റെ കമ്പി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഏത് കമ്പി ആയാലും മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കമ്പി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ബോളിനും അതിൻ്റെ മൂടിക്കും ഹോളിട്ട് കൊടുക്കണം. ബോളിന് സെൻറ്ററിൽ ഒരു ഹോളും അതുപോലെ ആ ഒരു പിങ്ക് ഭാഗം ഉണ്ടല്ലോ മൂടിയുടെ ഭാഗം, അവിടെ 2 ഹോളും വേണം കേട്ടോ. കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഹോൾ ഇടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു കമ്പി ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ പപ്പടക്കോലോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് കുത്തി കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഹോൾ ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഇതാ തീർന്നിട്ടുണ്ട്. ആദ്യം ഇനി ആ വൈറ്റ് ഭാഗം ഒന്നിങ്ങനെ കമ്പിയിലൂടെ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പിങ്ക് മൂടി ഉണ്ടല്ലോ അതിലൂടെ ആ തുമ്പ് ഇങ്ങനെ ഒരു ഹോളിലൂടെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് രണ്ടാമത്തെ ഹോളിലേക്ക് ഒന്നിങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഒന്ന് വളച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ 2 ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് അമർത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വളയാതെ കറക്റ്റായിട്ട് നിന്നോളും. ഇതേ രീതിയിൽ എല്ലാ ബോളുകളും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്നില്ല, മനസ്സിലായല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് നോക്കിയാൽ മതിയേ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ തണ്ട് ഭാഗം പച്ച കളർ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ കടയ്ക്കൽ കുറച്ച് കട്ടിയിൽ ചുറ്റിക്കൊള്ളു കേട്ടോ, താഴോട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ. പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരൊറ്റ ലെയറായിട്ട് ഇങ്ങനെ താഴെ വരെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് വലിയ തെർമോക്കോൾ ബോൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ ആ ചെറുത് നമ്മൾ പൊടിച്ചെടുത്തില്ലേ, അതിൽ നിന്ന് തന്നെ കുറച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ നടുവിൽ ഇങ്ങനെ തയ്ച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബോൾസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ നല്ല കട്ടിയിൽ ഇരുന്നോളും. അപ്പോൾ അതായത് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് മുകളിലും ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ കേട്ടോ. അടുത്തതായിട്ട് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ഈ ഒരു ബോൾസ് ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് സൈഡ് ഭാഗം ഉണ്ടല്ലോ വൈറ്റ് കളറിൽ, അവിടെ ആ തുമ്പത്ത് കുറച്ച് ഫെവിക്കോൾ ഇതേപോലെ ചുറ്റിനും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക.
ചുറ്റും നല്ല രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ കുഞ്ഞു കുഞ്ഞ് പൊടി പോലത്തെ ഇല്ലേ അതിലോട്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഫെവിക്കോൾ കറക്റ്റായിട്ട് തന്നെ തേക്കാനായിട്ട് ശ്രദ്ധിക്കണേ, എന്നാലേ കറക്റ്റ് ഇരിക്കുള്ളൂ. പിന്നെ ഒട്ടും വെയിറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് താഴേക്ക് വീഴൊന്നുമില്ല. അത് ഇങ്ങനെ ഫെവിക്കോൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല സെറ്റായിട്ട് ഇതേപോലെ ഇരുന്നോളും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ലീഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലീഫാണ് ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ലീഫിനേക്കാളും കുറച്ച് ഭംഗി ഉണ്ടാവുക വാങ്ങിക്കുന്ന ലീഫായിരിക്കും. അതല്ലെങ്കിൽ ഒറിജിനൽ ലീഫ് കളർ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഇതേപോലെ ലീഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. വെറുതെ കളയുന്ന ഐസ്ക്രീം ബോളാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് അധികം വലിയ ചിലവൊന്നുമില്ല. നമുക്ക് തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ആ ഒരു ഗ്രീൻ കളർ ടേപ്പിൻ്റെ ഒരു ചിലവ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. പിന്നെ കമ്പി ഒരു ചെറിയ കഷ്ണം വേണം, ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. പല പല കളേഴ്സിലൊക്കെ ഐസ്ക്രീം ബോളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ എടുത്തു വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല കിടിലൻ ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.